അപ്പോൾ നമുക്ക് നേരെ കൊല്ലങ്കോട് പോയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് കൊല്ലങ്കോട് ഉത്സവം കണ്ടിട്ട് തന്നെ വീഡിയോ തുടങ്ങാം. ഈ ഉത്സവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രാപ്പകൽ മൂവിയിൽ സലീംകുമാർ ആനയെ എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുവരില്ലേ, ഒരു ഉത്സവത്തിന് പോയതാന്ന് പറയും. അതിൽ മമ്മൂക്ക പറയുന്നുണ്ട് കൊല്ലങ്കോട് ഉത്സവത്തിന് ആശാൻ പറ്റിച്ച വക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയറിയിൽ എഴുതുന്ന ഒരു സീന്. അതെ, ആ സെയിം ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. നമ്മളവിടെ വണ്ടി നിർത്തിയൊന്നുമില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. ആനയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. കൊല്ലങ്കോട് എത്തിയപ്പോൾ മുതൽ ഫുൾ പാടാണ് കേട്ടോ. ഭയങ്കര നമുക്ക് ഒരു സന്തോഷമൊക്കെ വരും. നമ്മൾ പാടമൊക്കെ കാണുമ്പം പാലക്കാട് എത്തിയോ എന്നുള്ളൊരു ഫീലാണല്ലോ നമുക്ക്. ഇത് കണ്ടോ, നമ്മളെ കുഞ്ഞിരാമായണം സിനിമയല്ലേ, അതിൻ്റെ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തില്ലേ, ഒരു കല്യാണം വരുന്നത്, അത് അവിടെ കേട്ടോ. ഇത് കാണാനൊരു പാടം പാർക്കിൻ്റെ സെറ്റപ്പിലോട്ട് മാറ്റിയേക്കാണ് കേട്ടോ. അതാണ് മെയിനായിട്ട് ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലും പാടങ്ങൾ കുറവല്ലേ. എന്തായാലും അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് പാലക്കാട് എത്തുമ്പോഴുള്ള ശരിക്കുള്ള വൈബ് അറിയണമെങ്കിൽ ഈ സൈഡിലോട്ടൊക്കെ വരണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ആനയുടെ പ്രതിമയും അങ്ങനെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഇതിൽ ലൈറ്റും പാട്ടും ഒക്കെ നടക്കാനുള്ള ഏരിയയും ഒക്കെ ഉണ്ട്. അതാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് കേട്ടോ. ഞാൻ പകുതി വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഇല്ല, ബാക്കി വോയിസ് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ. അതാണ് എൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുള്ളത്. നമ്മളങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിനുള്ള ഫുഡ് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. കാരണം നമുക്കിതിൻ്റെ ഉള്ളിൽ ഫുഡില്ല. ഈ ഒരു പാടത്തിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഫുഡില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ കയറാൻ നേരം തന്നെ കുഞ്ഞിനുള്ള ഫുഡ് കൊടുത്ത് നമ്മളോരോ കോഫിയും മറ്റേ സ്നാക്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാർ തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിട്ടേക്കാണ്. പിന്നെ തിരിച്ചിറങ്ങി പോന്നപ്പോൾ നമ്മൾ ഓരോ സർബത്തൊക്കെ കുടിച്ച് മെല്ലെ മെല്ലെ പോന്ന്. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പാടത്തിൻ്റെ വരമ്പ് കൂടെയൊക്കെ ഒന്ന് നടന്ന് നേരെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോവാണ്. ഇവിടുന്ന് പോയപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് തന്നെ പോയത്. മെയിൻ ആ ഒരു സംഭവമായിരുന്നു മനസ്സിൽ. ഒത്തിരി നാളായി നമ്മൾ സ്ക്രീനുകളിൽ മാത്രം കണ്ടിരുന്ന ഒരു സ്ഥലം, ഒത്തിരി സിനിമയിൽ കണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം കാണലായിരുന്നു മെയിൻ. ആ ഒരു ഫീല് എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ, എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ഫീലായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.